അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അഥവാ 30 അല്ലെങ്കിൽ 29 ദിവസമായി നമ്മൾ നോറ്റതെല്ലാം പ്രതിഫലത്തിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലത്തിന് വേണ്ടി മാത്രമല്ല നോമ്പിനെ വെച്ചിട്ടുള്ളത്. നമ്മുടെ ഒരു ധാരണയാണ് ഈമാനും ഇഹ്തിസാബ, ഈമാനോടുകൂടിയും പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ടും എന്ന് ഖുർആനിൽ വന്നതുകൊണ്ട് പ്രതിഫലം മാത്രം ഇച്ഛിച്ചുകൊണ്ടാണ് നോമ്പ് നോറ്റത് എന്ന്. അങ്ങനെയല്ല, നോമ്പിൻ്റെ ലക്ഷ്യമായി പറഞ്ഞിട്ടുള്ളത് തന്നെ തഖ്വയാണ്. തഖ്വ ഒരു പ്രതിഫലമല്ല, തഖ്വ ഒരു ക്വാളിറ്റിയാണ്. ദീനിൽ 2 വാക്കുകളുണ്ട്, ഒന്ന് അജ്ർ, മറ്റൊന്ന് അസർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയത് അസറിന് വേണ്ടിയാണ്. ആ നോമ്പിന് പ്രതിഫലം കിട്ടുമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം തരാമെന്ന് ഏറ്റിട്ടുണ്ട്, ഉറപ്പായി പറഞ്ഞിട്ടുണ്ട്. അസ്സൗമു ലീ വ അന അജ്സി ബി, നോമ്പെൻ്റെതാണ്, അതുകൊണ്ട് ഞാൻ അതിന് പ്രതിഫലം തരിക തന്നെ ചെയ്യുമെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ആ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ നോമ്പ് നോറ്റത്. പക്ഷേ നോമ്പിൻ്റെ ലക്ഷ്യം പ്രതിഫലമല്ലെന്ന് മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. അതെന്താണ്? കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും ഞാൻ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. അപ്പൊ സത്യത്തിൽ നോമ്പിന്റെ ലക്ഷ്യം എന്താണ്? തഖ്വയാണ്. ഉലമാക്കൾ പറയുന്നുണ്ട്, ഒരിക്കലും ഇന്നല്ലാഹ മഅസ്വാഇമീൻ എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. അഥവാ നോമ്പുകാരോടൊപ്പം അള്ളാഹു ഉണ്ടെന്നല്ല പറഞ്ഞിട്ടുള്ളത്. ആ നോമ്പ് നോറ്റിട്ട് ഏത് ലക്ഷ്യത്തിലേക്കാണോ എത്തുന്നത് ആ ലക്ഷ്യം പൂർത്തീകരിച്ചവരുടെ കൂടെ അള്ളാഹു ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ, അള്ളാഹു തഖ്വയുള്ളവരോടൊപ്പമാണ്. അപ്പൊ നോമ്പ് തഖ്വക്ക് വേണ്ടിയാണ്. ഒരേ ഒരു പർപ്പസ് അതുള്ളൂ, അത് തഖ്വയാണ്. ലഅല്ലക്കും തത്തഖൂൻ, അറബി അറിയുന്നവർക്കറിയാം, സ്ട്രെച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു പറച്ചിലാണ്. സ്ട്രെസ്സാണ് അവിടെ. ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുണ്ടാകാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ എന്താണ് തഖ്വ? തഖ്വ ശരിക്കും അജ്റല്ല, അത് അസ്റാണ്. അപ്പൊ നോമ്പ് കൊണ്ട് നമുക്കുണ്ടാകേണ്ടത്, നോമ്പ് കഴിഞ്ഞ് പെരുന്നാളിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ഒന്ന്, നമുക്ക് പ്രതിഫലം ഒരുപാട് കിട്ടും ഇൻഷാ അല്ലാഹ്. സഹിഹായ ഹദീസ് പ്രകാരം തന്നെ ഏകദേശം 1 പേജ് ഓതിയാൽ തന്നെ 3.5 ലക്ഷത്തോളം നന്മകൾ കിട്ടും. അതെന്താ അങ്ങനെ കണക്ക് പറയുന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യർക്ക് കണക്ക് പറഞ്ഞാലേ മനസ്സിലാവൂ എന്നതുകൊണ്ടാണ്. അതായത് ഒരക്ഷരത്തിന് 10 നന്മകളുണ്ട് എന്ന് ഹദീസിൽ കാണാം. ഖുർആനിലെ ഒരു ഹർഫ് ഓതിയാൽ 10 നന്മയാണ്. അതോടൊപ്പം 1 പേജിൽ ഏകദേശം 500 ഹർഫുകൾ ഉണ്ടാവും. 500 × 10 എന്ന് പറഞ്ഞാൽ 5000 റമദാൻ മാസത്തിൽ ഓതിയാൽ ഏകദേശം 70 ഇരട്ടി പ്രതിഫലവുമാണ്. 70 × 5000 എന്ന് പറഞ്ഞാൽ 3.5 ലക്ഷമാണ്. അപ്പൊ സത്യത്തിൽ അത്രത്തോളം 1 പേജ് ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് ക്വാളിറ്റിയാണ്. അല്ലാഹു എപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഞാൻ ആരോടൊപ്പമാണ് എന്നതാണ്. അല്ലാഹുവോട് തഅല്ലുഖുണ്ട്, അല്ലാഹുവോട് ഖുർബുണ്ട്, അല്ലാഹുവോട് മഅയ്യത്തുണ്ട്. മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു എപ്പോഴും നമ്മുടെ കൂടെയായിരിക്കലാണ്. കൂടെയാവുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒട്ടിച്ചേർന്ന് നടക്കുക എന്നതല്ല, അവന്റെ എല്ലാ സഹായങ്ങളും നമ്മളോടൊപ്പമുണ്ട് എന്നതാണ്. ആ മഅയ്യത്ത് നമുക്ക് കിട്ടുന്നതൊക്കെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇന്നല്ലാഹ മഅൽ മുഹ്സിനീൻ, ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ, ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ. അല്ലാഹു ക്ഷമയുള്ളവരോടൊപ്പമാണ്, അല്ലാഹു മുത്തഖീങ്ങളോടൊപ്പമാണ്. ക്വാളിറ്റി ക്വാളിറ്റി ക്വാളിറ്റി. അഥവാ നമ്മൾ നോമ്പ് നോറ്റുകൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഈ നോമ്പാണ്. ഈ നോമ്പ് കൊണ്ട് ഉണ്ടാകേണ്ടത് എന്താണ്? നമുക്ക് തഖ്വയാണ്, അഥവാ ക്വാളിറ്റിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആ ക്വാളിറ്റിയിലേക്ക് എത്തിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ പെരുന്നാൾ തന്നിട്ടുള്ളത് എന്തിനാണ്? പരസ്പര സാഹോദര്യത്തിന് വേണ്ടി, പരസ്പരം ഐക്യത്തിന് വേണ്ടി, ഒന്നിച്ചു കൂടാൻ വേണ്ടിയിട്ടാണ് ഈദ്ഗാഹ് എന്ന് പറയുന്ന സുന്ദരമായ ഒരു സംഭവത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. വ്യത്യസ്തമായ ചിന്താഗതിക്കാർ, വ്യത്യസ്തമായ ധാരയിലുള്ളവർ, വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നുള്ളവർ, വ്യത്യസ്ത സമൂഹത്തിൽ നിന്നുള്ളവർ എല്ലാവരും ഒരു ദിവസം ഒന്നിച്ച് ഒരു ഗ്രൗണ്ടിൽ ഉണ്ടാകട്ടെ. അവരെല്ലാവരും പാരസ്പര്യത്തിന്റെ ലോകം തുറക്കട്ടെ. നമുക്കുണ്ടാക്കേണ്ടത് ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്നറിയാം? അതൊരു ഇർഷാദിന്റെ മർത്തബയാണ്. ഇർഷാദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർക്ക് വഴികാട്ടിയാവുക എന്നതാണ്. മറ്റുള്ളവർക്ക് വഴികാട്ടിയാകണമെങ്കിൽ നമുക്ക് ഇൻഷിറാഹ് എന്ന് പറയുന്നൊരു സിഫത്ത് ഉണ്ടാകണം. എന്താണ് ഇൻഷിറാഹ്? വിശാലമായൊരു കാഴ്ചപ്പാടിന്റെ പേരാണ് ഇൻഷിറാഹ്. അത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത് പ്രാർത്ഥിച്ചിട്ടാണ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹുവേ, എന്റെ നെഞ്ചകം നീ വിശാലമാക്കി തരണേ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി,
എൻ്റെ കാര്യങ്ങളെ നീ എളുപ്പമാക്കി തരികയും ചെയ്യണമേ. ഫിർഔന്റെ അടുക്കലേക്ക് പോകുന്ന സമയത്ത് അള്ളാഹുവോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട് അത് പറയുകയാണ്. അലം നശ്റഹ് ലക സദ്റക്, നിങ്ങളുടെ നെഞ്ചകം ഞാൻ വിശാലമാക്കി തന്നില്ലയോ റസൂലേ. ഒന്ന് അങ്ങോട്ട് ചെയ്തു തന്നിട്ട് പറയലാണ് അലം നശ്റഹ് ലക സദ്റക്. ഒരു പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു റബ്ബിശ്റഹ് ലി സദ്രി, റസൂലുള്ളാഹിയോട് അള്ളാഹു പറയുന്നു അലം നശ്റഹ് ലക സദ്റക്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികളായ നമ്മൾ എല്ലാ പ്രവാചകന്മാരെയും അനുസരിച്ചും അനുധാവനം ചെയ്തു പോകുമ്പോൾ ആ ഒരു വിശാല കാഴ്ചപ്പാടോടുകൂടി എത്തുന്നതിന്റെ പേരാണ് ഇൻഷിറാഹ്. ആ ഇൻഷിറാഹാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. എല്ലാവരും ഒന്നിച്ചു കൂടുന്നു, എല്ലാവരും പരസ്പരം ഒന്നാകുന്നു, എല്ലാവരും എല്ലാ രീതിയിലുള്ള ചിന്താഗതികളും മാറ്റിവെക്കുന്നു. ഈ ഉമ്മത്ത് ഒന്നാണ്. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, തീർച്ചയായിട്ടും ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ് എന്ന് നമ്മൾ പറയാതെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കൊരൊറ്റ വകുപ്പേ ഉള്ളൂ, അത് മുസ്ലിം എന്നത് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മുസ്ലിം, മുഅ്മിൻ, മുഹ്സിൻ 3 പ്രയോഗങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. അതിൽ മുസ്ലിം കേവല മുസ്ലിമായിട്ട് നമ്മൾ കഴിഞ്ഞിട്ട് കാര്യമില്ല എന്നും വിശുദ്ധ ഖുർആനിലുണ്ട്. ഒരു അഅറാബി വന്നിട്ട് റസൂലുള്ളാഹിയോട് പറയാണ് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്, ഞങ്ങൾ ഈമാനുള്ളവരായിരിക്കുന്നു എന്ന്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷമായി. പക്ഷെ അല്ലാഹു ആയത്തിറക്കി ഖാലത്തിൽ അഅറാബു ആമന്ന ഖുൽ ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബികും. അവിടെ ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടില്ല. അഅറാബികൾ അതാ വന്നിട്ട് പറയുന്നു അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്, ഞങ്ങൾ ഈമാനുള്ളവരായിരിക്കുന്നു എന്ന്. ഖുൽ നബിയെ പറയുക ലം തുഅ്മിനു, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല അഥവാ നിങ്ങൾ ഈമാനുള്ളവരായിട്ടില്ല. വലാകിൻ ഖൂലു അസ്ലംന, പക്ഷേ അവർ പറഞ്ഞുകൊള്ളട്ടെ ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന്, ഞങ്ങൾ അനുസരിച്ചവരാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഒരിക്കലും ഈമാനുള്ളവരാണെന്ന് പറയരുത്. സൂറത്തുൽ ഹുജറാത്ത്. കാരണം എന്താണെന്നറിയോ? പറയുന്ന വാക്കിതാണ് വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബികും, അവരുടെ ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടില്ല. അപ്പൊ ഹൃദയത്തിലേക്ക് ഈമാൻ ഏറ്റെടുത്തവരെ മാത്രമാണ് മുഅ്മിൻ എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഹൃദയത്തിലേക്കായിരിക്കണം ഈ കഴിഞ്ഞ നോമ്പ് കൊണ്ടുണ്ടായ എല്ലാ ഈമാനും ഇറങ്ങേണ്ടത്. എന്താണ് ഈമാൻ? അള്ളാഹുവിൽ മാത്രമുള്ള വിശ്വാസമാണ് ഈമാൻ. അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്ന്, അള്ളാഹുവിലേക്ക് മാത്രമേ ഞാൻ തിരിയൂ എന്ന്, അള്ളാഹുവോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ എന്ന്, സർവശക്തൻ അല്ലെങ്കിൽ സർവാധിപതി, സമഗ്രാധിപതി, ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെതാണ് എല്ലാം എന്നുള്ളൊരു വിശ്വാസം നമ്മളിലേക്ക് എത്തലാണ്. വേറെ ഒന്നിലേക്കും തിരിയാനുള്ള ഒരു സാഹചര്യം പോലും സൃഷ്ടിക്കാതിരിക്കലാണ്. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമ്മളോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇത്തഖദു മില്ലത ഇബ്രാഹിം ഹനീഫ, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മില്ലത്തായിരിക്കണമെന്ന്. എന്താ ഈ മില്ലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തഫ്സീറുകൾ നമുക്ക് കാണാൻ പറ്റും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം 3 കാര്യങ്ങളിൽ നിന്നാണ് മുക്തി നേടിയത്. 3 കാര്യങ്ങളിൽ നിന്ന്. ഒന്ന് ഗൈറ മുതഹർരിക്കിൽ നിന്ന്. എന്താ ഗൈറ മുതഹർരിക്? ഗൈറ മുതഹർരിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചലിക്കാത്ത വസ്തുക്കളിലുള്ള വിശ്വാസമാണ്. എന്താ ചലിക്കാത്ത വസ്തുക്കൾ? അന്നത്തെ കാലഘട്ടത്തിൽ വിഗ്രഹങ്ങൾ ചലിക്കാത്തതായിരുന്നു. അതിനെല്ലാം എന്താക്കി? മനസ്സുകൊണ്ട് തിരസ്കരിച്ചു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ ചലിക്കാത്ത വസ്തുവിൽ നിന്ന് മോചനം നേടി. പിന്നെ ചലിക്കുന്ന വസ്തുക്കളാണ് വല്ലാണ്ട് ഇടങ്ങേറാക്കിയത്. ചലിക്കുന്ന വസ്തുക്കളാണ് തീയ്, ചലിക്കുന്ന വസ്തുക്കളാണ് വെള്ളം, ചലിക്കുന്നതാണ് വായു, ചലിക്കുന്നതാണ് മറ്റ് ശക്തികൾ. ആ ശക്തികൾ ഭയപ്പെടുത്തിയപ്പോൾ അതിൽ നിന്ന് മുക്തി നേടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. തീയിലേക്ക് എടുത്തെറിയാൻ വേണ്ടിയിട്ട് പോവാണ്. ആ സമയത്ത് ബുദ്ധി വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകണം, എന്ത്? ഇത് തീയാണ്, ഇത് എന്താണ്? കരിഞ്ഞു പോകുന്നതാണ്. പക്ഷെ ആത്മാവ് വിളിച്ചു പറഞ്ഞു, ചാട് ഇബ്രാഹിം, ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള വല്ലാത്തൊരവസ്ഥയുണ്ടല്ലോ. ജീവനുള്ളതിൽ നിന്നുമുള്ള ഒരു മോചനം, അത് തൗഹീദിന്റെ അങ്ങേ തലയാണ്. നമ്മളോടിപ്പോ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു വിഗ്രഹം ഇതെന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചാൽ വിശ്വാസികളായ നമ്മൾ പറയും അത് സ്വർണം കൊണ്ടുള്ള വിഗ്രഹമാണെന്ന് വിചാരിക്കുക. ആ വിഗ്രഹം കൊണ്ട് എന്തെങ്കിലും ആകുമോ എന്ന ചോദ്യത്തിന് നമ്മുടെ മറുപടി ഇല്ല എന്നാണ്. പക്ഷെ അതിനെ ബിസ്ക്കറ്റുകളാക്കി നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ബുള്ളിയൻസ് ആക്കിയിട്ട് ചോദിച്ചാൽ നമ്മുടെ ചിന്താഗതി വേറെയാണ്. സഹോദരന്മാരെ, അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവെന്താണെന്നറിയാം? ഈ ലോകത്തിലെ ഏറ്റവും വലിയ അധികാരികൾ, വലിയ വലിയ ആളുകൾ, അവരെല്ലാവരും ഒരു വേള ഇരുന്നിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സയന്റിസ്റ്റ് എന്നറിയപ്പെടുന്ന ദ ബ്രെയിൻ ഓഫ് 21st സെഞ്ചുറി, 21ാം നൂറ്റാണ്ടിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന സ്റ്റീഫൻ ഹോക്കിങ്സ്, അദ്ദേഹത്തിന് ചികിത്സിക്കാൻ ഇഷ്ടം പോലെ ഡോക്ടേഴ്സ് തയ്യാറാണ്, ഇഷ്ടം പോലെ രാജ്യങ്ങൾ തയ്യാറാണ്, ഒരുപാട് ആളുകൾ തയ്യാറാണ്, എല്ലാ സയൻസിന്റെ മെത്തഡോളജിയും തയ്യാറാണ്. പക്ഷേ ചലനമറ്റിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു.
കൈകാലുകളില്ലാതെ കൈകാലുകൾ ഉണ്ടായിട്ടും അനക്കാൻ കഴിയാതെ എല്ലാ കുട്ടികൾക്കും അറിയാം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതാണ്. ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുകയല്ല, അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി. പക്ഷേ നമുക്കൊരു കാഴ്ചയാണ്, ഇക്കണ്ട സയൻസ് എല്ലാം തയ്യാർ, എല്ലാ ഡോക്ടേഴ്സും തയ്യാർ, എല്ലാ രാജ്യവും തയ്യാർ, എല്ലാവരും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ തയ്യാർ. പക്ഷെ വലത്തെ ഭാഗത്തേക്ക് മാത്രം ചെരിഞ്ഞു കിടക്കുന്ന ഈ തലയെ ഒന്ന് ഇടത്തേക്ക് മാറ്റണമെങ്കിൽ സ്വയം അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു. കാരണം എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുത്താൻ വിചാരിച്ചതാണ്, ഒരിക്കലും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല. അത് ഏറ്റവും വലിയ സയന്റിസ്റ്റ് ആയാലും ശരി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസ്തുക്കളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ശക്തികളിൽ നിന്നും അവസ്ഥകളിൽ നിന്നെല്ലാം മുക്തനാണ്. ആ മനസ്സായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്, അല്ലാഹുവിലേക്ക് മാത്രമുള്ള തിരിയല. ആ സമയത്താണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തീരെയും ഭയപ്പെടാതെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ്, ആ ഉറച്ച ഈമാനോടുകൂടി നിൽക്കുമ്പോഴാണ് ഹസ്രത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യനെന്ന നിലക്ക് എന്തായാലും ഒരു ഭയം ഉണ്ടാവും. അതും ആളിക്കത്തുന്ന വലിയ അഗ്നികുണ്ഡമാണ്, ചെറിയ ഒരു തീയല്ല, അഗ്നികുണ്ഡമാണ്. നേർച്ച നേർന്ന് വന്നതാണ് ആളുകൾ കത്തിക്കാൻ വേണ്ടി. ആ സമയത്താണ് ഹസ്രത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. ഇൻവിസിബിളായി, മറ്റുള്ളവർക്ക് ഇൻവിസിബിളായി, എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് വിസിബിളായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് കാണാവുന്ന രീതിയിലും മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത രീതിയിലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അരികിലേക്ക് വരും. വിശുദ്ധ ഖുർആൻ ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്യുന്ന ഒരു പണിയുണ്ട്, നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് ഈ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് മാറി നിൽക്കാനാണ്. അതിന്റെ ഗൗരവം ആലോചിച്ച് നോക്കട്ടെ. നിങ്ങളും അല്ലാഹുവിന്റെ അടിമയാണ്, നിങ്ങളും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. എനിക്കെന്റെ അല്ലാഹു മതി, ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ആ സമയത്ത് അല്ലാഹു മലക്കുകളെ പോലും പിന്മാറ്റുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തീയിനോട് നേരിട്ട് പറയാണ്, ഖുൽനാ യാ നാറു കൂനി ബർദൻ വ സലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബിക്ക് തീയെ നീ രക്ഷയും തണുപ്പുമാവുക എന്ന് നാം തീയിനോട് പറഞ്ഞ സന്ദർഭം എന്നാണ്. ഖുൽനാ, നാം പറഞ്ഞു എന്നാണ്. അവിടെ മറ്റൊരു അസ്ബാബിനെയും അതിന്റെ ഇടയിൽ വെച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഹീദ് മനസ്സിലാക്കി തരുമാറാകട്ടെ. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്താകാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹിയുടെ ഉമ്മത്താണ് നമ്മൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്താണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ തൗഹീദ് അതായിരിക്കണം. എന്ത് തന്നെ വന്നാലും അല്ലാഹുവിലേക്ക് മാത്രം തിരിയുന്ന ഒരവസ്ഥയായിരിക്കണം ഉണ്ടാകേണ്ടത്. മനുഷ്യൻ ഹാലാത്തിന്റെയും ഹാജാത്തിന്റെയും ഇടക്കാണ് ഹയാത്തിനെ കൊണ്ടുപോകുന്നത്. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. ഈ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും, അപ്പുറത്തിരിക്കുന്ന സഹോദരിമാർക്കും ഇപ്പുറത്തിരിക്കുന്ന എന്റെ സഹോദരങ്ങൾക്കും എനിക്കുമടക്കം ഒന്നുകിൽ ജീവിതത്തിൽ ഹാലാത്തുകൾ കടന്നു വരും, അല്ലെങ്കിൽ ഹാജാത്തുകൾ കടന്നു വരും. എന്താ ഹാലാത്തും ഹാജാത്തും തമ്മിലുള്ള വ്യത്യാസം? ഹാലാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവസ്ഥകളാണ്. ദുഃഖത്തിന്റെ അവസ്ഥ, പ്രയാസത്തിന്റെ അവസ്ഥ, വേദനയുടെ അവസ്ഥ, കടത്തിന്റെ അവസ്ഥ, ഭീമാകാരമായ രോഗത്തിന്റെ അവസ്ഥ, അല്ലെങ്കിൽ രോഗം തുടങ്ങിയ അവസ്ഥ, ഇതെല്ലാം അവന് സംഭവിച്ച ഹാലുകളാണ്, അവസ്ഥകളാണ്. എന്നാൽ ഇപ്പുറത്ത് ഹാജാത്തുകൾ ഉണ്ടാകും. എന്താ ഹാജാത്തുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു മനുഷ്യന്റെ അഭിലാഷങ്ങളാണ്, അവന്റെ ആഗ്രഹങ്ങളാണ്, വീട് വെക്കലാണ്, മക്കളെ കെട്ടിക്കലാണ്, വിദ്യാഭ്യാസമാണ്, മക്കളുടെ ഉന്നത വിദ്യാഭ്യാസമാണ്. ഇതെല്ലാം ഹാജാത്തുകളാണ്. മറ്റൊന്ന് ഹാലാത്തുകളുമാണ്. ഈ രണ്ടെണ്ണമല്ലാതെ ഈ ദുനിയാവിൽ ഹയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടില്ല. ഒന്നുകിൽ നമ്മുടെ ജീവിതം ഹാലാത്തിലൂടെ കടന്നു പോകും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഹാജാത്തിലൂടെ കടന്നു പോകും. ഈ ഹാലാത്തിന്റെയും റബ്ബ് അല്ലാഹുവാണ്, ഈ ഹാജാത്തിന്റെയും റബ്ബ് അല്ലാഹുവാണ്. ഏത് ഹാല് വന്നാലും നമ്മൾ അല്ലാഹുവിലേക്ക് മാത്രമേ തിരിയാവൂ. കാരണം ഇത് ഹാലാത്താണ്, അത് ഹാലാത്തിന്റെ റബ്ബ് അല്ലാഹുവാണ്. എല്ലാ ഹാലാത്തിനെയും പറഞ്ഞയക്കുന്നവൻ അവനാണ്. ഇത് ഹാജാത്താണ്, ഈ ഹാജാത്ത് പൂർത്തീകരിക്കുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് മാത്രമേ ഞാൻ തിരിയൂ എന്നുള്ള യഖീൻ നമുക്കുണ്ടായിത്തീരലാണ്. ഇത് ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പാലിക്കേണ്ടുന്ന മര്യാദയാണ്. തൗഹീദ് എന്നുള്ള വാക്ക് ആർക്കെങ്കിലും നമ്മൾ വിട്ടുകൊടുക്കേണ്ടതല്ല. ഓരോ മുസൽമാനും അവന്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കേണ്ടുന്ന ഒന്നാണ്. ആ തൗഹീദിനെയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. അല്ലാഹുവിലേക്ക് മാത്രമുള്ള തിരിയലാണ് നമ്മൾ പെരുന്നാളിൽ ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഏകഛത്രാധിപതിയായ അല്ലാഹുവിലേക്ക് ഈ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നിട്ട് പോലും മാറി നിൽക്കുന്നെന്ന് പറഞ്ഞ നമ്മുടെ മുൻഗാമിയായ ഒരു പ്രവാചകനുണ്ടല്ലോ. ആ അവസ്ഥയിൽ എല്ലാറ്റിനെയും മാറ്റി നിർത്തി ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ, എനിക്കെന്റെ അല്ലാഹു മാത്രം മതി എന്ന അവസ്ഥയിലേക്ക് പോകലാണ്. ഇതിന്റെ അർത്ഥം മറ്റാരെയും ആദരിക്കേണ്ട എന്നല്ല. എല്ലാ അംബിയാ മുർസലീങ്ങളെയും, അതേപോലെ തന്നെ എല്ലാ സഹാബാക്കളെയും, എല്ലാ മുഫസ്സിരീങ്ങളെയും, മുഹദ്ദിസീങ്ങളെയും, മുഹഖിഖീങ്ങളെയും, മുഫഖിഹീങ്ങളെയും, അതേപോലെ തന്നെ അല്ലാഹുവിന്റെ ഔലിയാക്കളെയും നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. അവരോടൊപ്പം ദുആ ചെയ്യുന്നു. നമ്മൾ അവരോടൊപ്പം സ്വർഗത്തിലെത്താൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നു. അതല്ലാതെ ഒരു തരി പോലും ഒന്നിലേക്കും തിരിയരുത് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. ആ ഒരു യഖീനാണ്,
പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ഉറച്ച് മനസ്സിൽ ഉറപ്പിച്ച് ഈ നോമ്പിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതിലേക്ക് തിരിച്ചു പോകേണ്ടത്. ആ ക്വാളിറ്റി, ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്നറിയോ? ആകാശത്തിന് ചുവട്ടിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം വേറെ ഒന്നിനെ കുറിച്ചും പറയലല്ല, അള്ളാഹുവിനെ കുറിച്ച് പറയലാണ്. വേറെ എല്ലാം അതിന്റെ താഴെയാണ്, എല്ലാറ്റിനെ കുറിച്ച് പറയലും അതിന്റെ താഴെയാണ്. ഏകഛത്രാധിപതിയായ അള്ളാഹുവിനെ കുറിച്ച് പറയലാണ്. അള്ളാഹ്ക്ക് ആകാശ ലോകത്തിന്റെ ചുവട്ടിൽ ഏറ്റവും ഇഷ്ടം, ആകാശത്തിലും അതാണ് ഇഷ്ടം. അത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഔന്നത്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്. പ്രവാചകന്മാർ എത്രയാണ് നിസ്കരിച്ചത് എന്ന്, പ്രവാചകന്മാർ എത്ര ഹജ്ജ് ചെയ്തു എന്നത്, പ്രവാചകന്മാർ എപ്പോ നോമ്പ് നോറ്റു എന്നത് ഖുർആനിൽ നമുക്ക് വിശദീകരിച്ച് കാണാൻ കഴിയില്ല. പക്ഷേ എല്ലാവരുടെയും ഒരു കാര്യം നമുക്ക് കേൾക്കാൻ പറ്റും. ദഅ സക്കരിയ ദഅ യഹ്യ ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ വലം യജ്ദുഹും ദുആഇ ഇല്ലാ ഫിറാറ. അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദഅവത്തിനെ കുറിച്ച്, പ്രബോധനത്തെ കുറിച്ച്, അതേപോലെ തന്നെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധനത്തെ കുറിച്ച്, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധനത്തെ കുറിച്ച്, എല്ലാ പ്രവാചകന്മാരുടെയും പ്രബോധനത്തെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹുവിലേക്ക് മാത്രം, സംഘടനയിലേക്കല്ല, സംഘത്തിലേക്കല്ല, മൗലാനമാരിലേക്കല്ല, ഏകഛത്രാധിപതിയായ അള്ളാഹുലേക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ദഅവത്ത് ചെയ്തത്. ദഅ ഇലല്ലാഹ്, ദഅ ഇലല്ലാഹ്, ദഅ ഇലല്ലാഹ് എന്നുള്ള വാക്കാണ്. അള്ളാഹുലേക്ക് മാത്രമായിരുന്നു ആ ക്ഷണം. അതായിരിക്കണം നമ്മുടെ നിയ്യത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പിലൂടെ ആർജിച്ചെടുത്ത ആദ്യത്തെ ക്വാളിറ്റി അത് തൗഹീദായിരിക്കണം എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. രണ്ടാമത്തത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് നമ്മുടെ റോൾ മോഡൽ. വേറെ ആര് എന്തൊക്കെ പറഞ്ഞാലും, റസൂലുള്ളാഹി ഒരു ഭാഗത്ത് ഇത് പറയുകയും ചെയ്താൽ റസൂലുള്ളാഹിയുടെ വാക്ക് മാത്രം എടുക്കുന്നതിന്റെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ഏറ്റവും കൂടുതൽ അഷ്ഹദു ആക്കൽ. എന്താ അഷ്ഹദു എന്ന് പറഞ്ഞാൽ? ഐ വിറ്റ്നസ് ആണ്. നമ്മുടെ ഈ കാണുന്ന കണ്ണുകൊണ്ട് സാക്ഷ്യം വഹിക്കലാണ്. എന്താ സാക്ഷ്യം? എന്റെ ജീവിതത്തിൽ ഞാൻ പാലിക്കുന്നതെല്ലാം റസൂലുള്ളാഹിയുടെ സുന്നത്തിലൂടെ ആയിരിക്കണമെന്നാണ്. കുറവുകൾ ഉണ്ടാകാം, പക്ഷെ നമ്മൾ ഒരിക്കലും അതിനെ വിമർശിക്കാനോ അതിനെ കുറവ് കാണാനോ നമ്മൾ മെനക്കെടരുത്. അത് പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിൽ പൂർത്തിയാക്കുന്നത്. സഹോദരന്മാരെ, നമുക്ക് 2 കടമകളുണ്ട്. അതേതാണ് കടമകൾ? ഒന്ന് ഹുഖൂഖുല്ലാഹ്, അള്ളാഹുവോടുള്ള ബാധ്യതകളാണ്, അള്ളാഹുവോടുള്ള കടമകളാണ്. അത് മാത്രം പാലിച്ചതിന്റെ പേരിൽ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ചോദ്യം ചെയ്യാതെ വിടില്ല, നമ്മളെ സ്വർഗത്തിലേക്ക് ആക്കില്ല. രണ്ടാമത്തെ ഒന്നുണ്ട്, അത് ഹുഖൂഖുൽ ഇബാദ്, അത് അള്ളാഹുവിന്റെ സൃഷ്ടി ചരാചരങ്ങളുള്ള കടപ്പാടുകളാണ്. അള്ളാഹുവോടുള്ള പാപങ്ങൾ പുറത്തു തന്നാലും സൃഷ്ടിചരാചരങ്ങൾ പുറത്തു തരാതെ അവരോടുള്ള പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരില്ല. ഉദാഹരണത്തിന്, നമ്മൾ ഒരാളോട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി, നമ്മൾ വിചാരിക്കുകയാണ് അള്ളാഹുവോട് ദുആ ചെയ്താൽ എല്ലാം അള്ളാഹു പുറത്തു തരുമെന്ന്. ഇല്ല, അള്ളാഹു വെച്ച കണ്ടീഷനാണ്, അയാൾ പുറത്തു തരാതെ ഞാൻ പുറത്തു തരില്ല എന്ന്. ഇത് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഏറ്റെടുക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ നിമിത്തമാകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത്, ഒരിക്കലും ആളാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കരുത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്നവരാകാം, പക്ഷേ പാരസ്പര്യത്തിന്റെ ലോകം നമ്മൾ തീർക്കുക എന്നത് അത് മനുഷ്യന്റെ ഏറ്റവും വലിയ ബന്ധങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? ഈ സാമൂഹ്യ വ്യവസ്ഥിതിയാണ്. ഇതില്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും. ആ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ എപ്പോഴും നല്ല ക്വാളിറ്റിയോട് കൂടി നിൽക്കാനാണ് അള്ളാഹു ഈ നോമ്പിനെ തന്നിട്ട്. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ തഖ്വ ചെയ്യലുണ്ട്, മനുഷ്യരോടുള്ള ബാധ്യതകൾ പൂർത്തിയാക്കലുണ്ട്. ഇപ്പൊ നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ടാണ് ഇരിക്കുന്നത്. ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധമായി നമ്മൾ കൊടുക്കേണ്ടതാണ്. കാരണം നോമ്പിന്റെ എല്ലാ കാര്യങ്ങളും എന്താണ്, നമുക്ക് ചിലപ്പോൾ കുറവുകൾ ഉണ്ടാകാം, അത് പൂർത്തീകരിക്കാൻ വേണ്ടി ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ആ ഫിത്ർ സക്കാത്ത് ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഭാഗമാണ്. ഖുതുബയുടെ തുടക്കത്തിൽ ലോകത്തിൽ വല്ലാണ്ട് പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുന്നത് തന്നെ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഭാഗമാണ്. ആ സാമൂഹ്യ വ്യവസ്ഥിതിയാണ് നമ്മളിലേക്ക് ഉണ്ടാകേണ്ടത്. ആ സമൂഹം ഇന്നിങ്ങനെ മെല്ലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നീട്ടി ഖുതുബ പറയുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് ഞാൻ വളരെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കുറേശ്ശെ വെയിൽ വന്നിട്ടുണ്ടെന്ന് ക്ഷമിക്കണം. സഹോദരന്മാരെ, ഈ ബാധ്യതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഇന്ന് നമ്മുടെ ഈ നാട് വളരെ വിഷമകരമായ ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവുകൾ പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ നമ്മൾ ഉണർന്നിരിക്കേണ്ടുന്ന ഒരു സമയമാണ്. സാമൂഹ്യത്തിന്റെ സാമൂഹികപരമായ കടപ്പാടുകൾ പാലിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും ഭാഗമാണ്. ആ ഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അടുത്ത തലമുറയെ കാക്കുക എന്നതാണ്. അടുത്ത തലമുറയോട് ശരിക്കും നിങ്ങൾ ഒറ്റയ്ക്കിരുന്നൊന്ന് സംസാരിച്ചു നോക്കി, അവര് ദീനിൽ നിന്ന് കുറേശ്ശെങ്കിലും അകലാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചു നോക്കി.
ഒരു ചെറിയ സൈക്കോളജിസ്റ്റ് എന്ന നിലക്ക് ഞാൻ പലപ്പോഴും അത് ചോദിച്ചു നോക്കാറുണ്ട്, പ്രത്യേകിച്ച് വിദ്യാർത്ഥി കൂട്ടങ്ങളിലേക്ക് പോകുമ്പോൾ. അവര് പറയുന്ന മറുപടികളിൽ ഒന്ന് പറയുന്നതിൽ വിഷമമുണ്ട്. ഒന്ന്, മതസംഘടനക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം പുലർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തയും വക്കാണവും പറയുന്നത് കേട്ട് ഞങ്ങൾ മരവിച്ചിരിക്കുന്നു എന്നതാണ്. കാലം മാറിയത് നമ്മൾ അറിയണം, നമ്മുടെ കുട്ടികൾ മാറുന്നത് നമ്മൾ അറിയണം. പാരസ്പര്യത്തിന്റെ ലോകം തീർക്കുന്നതിന് പകരം പരസ്പര വൈരുദ്ധ്യമായി, ഇവിടെ അതില്ലാത്തത് കൊണ്ടാണല്ലോ എല്ലാവരും ഒന്നിച്ചിരിക്കുന്നത്. താനൂരിന് എന്നും ഒരു മഹത്വം അല്ലാഹു തന്നിട്ടുണ്ട്, അതെല്ലാ കാലത്തും തന്നിട്ടുണ്ട്. പണ്ട് കാലഘട്ടത്തിലെ ഇവിടെ ഒന്നാകെ പ്രശ്ന സങ്കുചിതമായ അവസ്ഥയിൽ ആ സമയത്ത് ആളുകൾ ആവശ്യപ്പെട്ടപ്പോ, നിങ്ങൾ ആ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കിയില്ലെങ്കിൽ 921 ബന്ധപ്പെട്ട ചരിത്രം അറിയുന്നവരോട് ചോദിക്കും. ആദ്യമായിട്ട് ആ വിളിക്ക് ഉത്തരം നൽകിയ നാടിന്റെ പേര് കൂടിയാണ് താനൂർ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു താനൂരിൽ എന്നും കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട്. ആ താനൂരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് അള്ളാഹുവിലേക്ക് തിരിയുന്ന സമയത്ത് വീണ്ടും ആ ഐക്യം മുന്നോട്ട് വരികയാണ്, വീണ്ടും ആ അവസ്ഥ മുന്നോട്ട് വരികയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഘം, നമ്മൾ ഈ സംഘബോധം, ഈ ജമാ എന്ന് പറയുന്നതുണ്ടല്ലോ, തകർക്കാതിരിക്കാനും തകരാതിരിക്കാനും നമ്മൾ കാലങ്ങളായി പണിയെടുക്കേണ്ടത്. നമ്മുടെ കുട്ടികളെ കുറിച്ച് പറഞ്ഞല്ലോ, ഒന്ന്, അവര് വല്ലാണ്ട് അലോസരപ്പെടുന്നത് നമ്മളെപ്പോലെയുള്ള ആളുകളുടെ തിക്തമായ അല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ്, വ്യത്യസ്തമായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ. അല്ലെങ്കിൽ അവർ ദീനിനെ വ്യാഖ്യാനിക്കുമ്പോൾ പരസ്പരം തെറി വിളിക്കുന്ന, ചീത്ത വിളിക്കുന്ന അവസ്ഥകൾ പുതിയ തലമുറയെ ദീനിൽ നിന്ന് അകറ്റുന്നു എന്ന് ആയിരക്കണക്കിന് കുട്ടികൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മാസമായിട്ട് ചോദിക്കുമ്പോൾ ഒട്ടുമിക്ക കുട്ടികളും കൈപ്പൊക്കാറുള്ളത് ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. ചിലപ്പോൾ 2000-3000 കുട്ടികളുണ്ടാവും സദസ്സിൽ. മക്കളെ, ഇന്നത് നിങ്ങൾക്ക് പ്രശ്നമാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ കൈപ്പൊക്കാറുണ്ട്. സർ, അതാണ് ഞങ്ങളുടെ വിഷയമെന്ന് അവർ പറയാറുണ്ട്. അല്ലെങ്കിൽ അവരിൽ ഒരാൾ ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് അവർ പറയാറുണ്ട്. അതുകൊണ്ട് നമ്മൾ മതം കൈകാര്യം ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ ഒരു കോൺഫിഡൻസിലൂടെ കടന്നു പോകണമെന്നാണ് ഞാൻ എന്റെ കുട്ടികളോട് പറയാം. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഓരോ ഘട്ടത്തിലും ഓരോ ജീവിതമാണ്. ഇന്ന ദുനിയ അല്ലെങ്കിൽ ഇന്നമൽ ഹയാത്തു ദുനിയ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇന്നമൽ ഹയാത്തു ദുനിയ ലഅബുൻ വലഹബുൻ വസീനത്തുൻ വതഖാഫുറും ബൈനക്കും വതകാസുറും ബിൽ അംവാലി വൽ ഔലാദ്. 5 ഘട്ടങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. പണ്ടൊക്കെ തഫ്സീറുകൾ ഓതുമ്പോൾ നമ്മുടെ ധാരണ അത് കളിയും തമാശയുമാണെന്ന് പറഞ്ഞു പോകലായിരുന്നു. അതിന്റെ ഗ്രാഹ്യതയിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഹ്യൂമൻ സൈക്കോളജിയുടെ ഘട്ടങ്ങളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ലഅബുൻ, ആദ്യം കളിയായിരിക്കും. ഇപ്പൊ ചെറിയ കുട്ടികളെയും കൊണ്ട് നമ്മൾ വന്നിട്ടുണ്ടാവും, അവരവിടെ കിടന്ന് കളിക്കുന്നുണ്ടാവും. കാരണം ആദ്യത്തെ മനുഷ്യന്റെ ഘടന ലഅബുൻ എന്നതാണ്, അത് കളിയാണ്. പക്ഷെ അതോട് കഴിഞ്ഞ് പിന്നെ 8 വയസ്സ് 9 വയസ്സാകുമ്പോ കളി എന്ന് പറയുന്നത് ഏതിലേക്ക് മാറും? ലഅബുൻ എന്ന് പറയുന്നത് നേരെ ലഹുവിലേക്ക് മാറും. എന്താ ലഹുവ്? വിനോദമാണ്, അമ്യൂസ്മെന്റ് ആണ്. ആ വിനോദത്തിലേക്ക് കയറി. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന 12-13 വയസ്സായ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുത്താൽ അവർ കളിക്കുകയല്ല, ആ കളിയുടെ പേര് ലഹുവ് എന്നാണ്. ആ ലഹുവ് പോയി അവസാനം എക്സ്ട്രീമിലേക്ക് പോകുന്നത് ആ കുട്ടികൾ അറിയില്ല. ചിലപ്പോ ഒരു ഗെയിമിൽ നിന്ന് തുടങ്ങിയതായിരിക്കാം, ആ ഗെയിമിന്റെ പേര് ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ ഒരു കാർ ആക്രമിക്കുന്നു, അതിൽ നിന്ന് ഡ്രൈവറെ പൊക്കുന്നു, അല്ലെങ്കിൽ അയാളെ കൊല്ലുന്നു, അതെടുത്തിട്ട് പിന്നെ അടുത്ത കാറിലേക്ക് പോകുന്നു. അങ്ങനെ ഓരോന്നിൽ നിന്ന്, മാരുതിയിൽ നിന്ന് ടൊയോട്ടയിലേക്ക്, ടൊയോട്ടയിൽ നിന്ന് പിന്നെ ഏതിലേക്ക്? ബെൻസിലേക്ക്, അതിൽ നിന്ന് ബുഗാട്ടിയിലേക്ക്, അതിൽ നിന്ന് ലംബോർഗിനിയിലേക്കുള്ള യാത്രയാണ് ഇവരുടെ കളി. ആ കളിയിൽ നമ്മൾ അറിയുന്നില്ല, അറിയാതെ അവരുടെ മെന്റാലിറ്റി മാറിക്കൊണ്ടിരിക്കുന്നു. ആളുകളെ കൊല്ലാൻ മടിയില്ലാത്ത ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കുട്ടികൾ കളിയിലൂടെ, ലഹുവിലൂടെ പോയി അവസാനം മയക്കുമരുന്നിന്റെ വല്ലാത്തൊരു ലോകത്തിലേക്ക് അവർ എത്തുന്നു. ഈ ഒരു വികാരമാണ് പിന്നീട് അവരെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് കൊണ്ടുപോകുന്നു. ഫ്രണ്ട്സ് സർക്കിൾ ആകട്ടെ ഏറ്റവും കൂടുതലായിട്ട് നല്ല ബന്ധവുമുണ്ട്, ചീത്ത ബന്ധവുമുണ്ട്. അതെല്ലാ കാലത്തുമുണ്ട്. ആ ചീത്ത ബന്ധങ്ങൾ ഒരു പക്ഷേ സെലിബ്രേഷൻ വരുമ്പോ, ഇതപ്പോ പെരുന്നാൾ വന്നു, ഇന്നത്തെ ദിവസം ചിലപ്പോ നമ്മൾ എന്ത് എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ പടക്കം പൊട്ടിക്കും. ആ പടക്കത്തിന്റെ കൂട്ടത്തിൽ റമദാനും പൊട്ടും. ആ പടക്കത്തിന്റെ കൂട്ടത്തിൽ പൊട്ടുന്ന ഒന്ന് കഴിഞ്ഞ 30 ദിവസത്തെ നോമ്പുകളായിരിക്കും. പടക്കം പൊട്ടിക്കുന്ന അതുമായി ബന്ധപ്പെട്ടതല്ല ഞാൻ പറയുന്നു, അതിന്റെ കൂട്ടത്തിൽ പൊട്ടുന്നത് ഇതാണ്. കാരണം കഴിഞ്ഞ ഈ 30-29 ദിവസങ്ങൾ നമ്മൾ പാലിച്ചതിനെയെല്ലാം മറന്നുകൊണ്ടായിരിക്കും ഇനി ആഹ്ലാദം. കാരണം ബിക്കോസ് ഇറ്റ് ഈസ് സെലിബ്രേഷൻ, ഇതൊരു ആഘോഷമാണ്. ആഘോഷത്തിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ തകരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഒന്ന്, ബർത്ത്ഡേ പാർട്ടികൾ ആഘോഷിക്കാൻ വല്ലാണ്ട് പാടില്ലാത്ത ഒരു സാധനത്തിന് ആഘോഷിച്ചുകൊണ്ട്, ആ സാധനത്തിൽ നമ്മൾ സെലിബ്രേഷൻ മൂഡ് കൊടുത്തുകൊണ്ട്. ഞാൻ എപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു കുട്ടി എന്റെ മുമ്പിൽ വന്ന് കരഞ്ഞ സംഭവം. ആ കുട്ടിയുടെ ഫ്രണ്ട്സ് ബർത്ത്ഡേക്ക് വന്നത്, മുസ്ലിമാണ്,
എന്നിട്ടും ബർത്ത്ഡേക്ക് വന്നത്. അവർക്ക് ഉമ്മ ബിരിയാണി വിളമ്പിക്കൊടുത്തത്. അങ്ങനെ വിളമ്പിക്കൊടുത്തതിന് ശേഷം പിന്നീട് 4 മണിയോട് കൂടിയിട്ട് അവനെയും കൂട്ടി പുറത്തേക്ക് പോയത്. നീ വാ, നമുക്ക് പുറത്തു പോയിട്ട് വരാം. അങ്ങനെ ഇവൻ പറയാണ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്ഥലത്തെ പറ്റി മോശമാകുമെന്ന് വിചാരിച്ചിട്ട് എഞ്ചിനീയറിംഗ് കോളേജ് അതെന്ന് പറയുന്നില്ല. അതിന്റെ പിന്നാമ്പുറത്തെ പാറപ്പുറത്തിരുന്നിട്ട് ഞങ്ങൾ കുറെ വർത്തമാനം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നീട് ഇങ്ങനെ ഇരിക്കുമ്പോൾ മഗ്‌രിബ് ബാങ്ക് കൊടുത്തു. മഗ്‌രിബ് ബാങ്ക് കൊടുത്തപ്പോൾ എനിക്ക് പെരിയിൽ പോകണമെന്നായി, വീട്ടിൽ പോകണമെന്നായി. കാരണം എന്റെ ഉമ്മ, ആ കുട്ടി പിന്നെയാ കരഞ്ഞത്. ഇതൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞ രംഗം ഇതാണ്. എന്റെ ഉമ്മ തഹജ്ജുദ് പോലും നിസ്കരിക്കുന്ന ഉമ്മയാണ്. അങ്ങനെയുള്ള ഉമ്മ കാത്തിരിക്കും. ഞാൻ മഗ്‌രിബ് ഒഴിവാക്കിയത് എനിക്ക് ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഉമ്മ എന്നും നിസ്കരിപ്പിക്കുന്നതാണ് ഈ കുട്ടിയെ. പക്ഷേ ഈ കുട്ടി പറഞ്ഞ എന്നെ അവര് പിടിച്ചിരുത്തി. ഇത് സെലിബ്രേഷനാണ്, ഇത് ബർത്ത്ഡേ ആണ്. അങ്ങനെ ആ കുട്ടി പറയാണ് 2 ആളുകൾ എഴുന്നേറ്റ് പോയി. അവരെന്തിനാ പോകുന്നത് എനിക്കറിയില്ല. ബൈക്ക് എടുത്ത് അവര് പോയി. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവര് തിരിച്ചു വന്നു. പിന്നെ ഞാൻ കണ്ടത് എന്റെ ചങ്ക് ബ്രോസ് തന്നെ അല്ലേ ഇതെന്ന് സംശയം എനിക്കുണ്ടായി. അവര് വന്ന പാടെ എന്നെ മലർത്തി കിടത്തി. 2 പേര് കൈകൾ പിടിച്ച് ചവിട്ടി, 2 ആളുകൾ കാലുകൾ പിടിച്ച് ചവിട്ടി. എന്നിട്ട് വീര്യമേറിയ മദ്യം എന്റെ വായിലേക്ക് ഒഴിച്ചു തന്നു. അവര് ചങ്ക് ബ്രോസ് ആണ്. പക്ഷേ സെലിബ്രേഷൻ ഉണ്ടല്ലോ, ആ സെലിബ്രേഷൻ, ആഘോഷം എന്ന് പറയുന്നത് കുട്ടികളുടെ പ്രകൃതത്തെ മാറ്റുന്നു. നല്ല മക്കളുടെ പോലും പ്രകൃതത്തെ മാറ്റുന്നു. അങ്ങനെ ആ കുട്ടി എന്നേക്കുമായി ഇതിന്റെ ആളാവുകയും പിന്നീട് ഡ്രഗ് അഡിക്റ്റ് ആവുകയും അങ്ങനെയാണ് കൗൺസിലിങ്ങിന് വരുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളിത് തേടി പോകേണ്ടതില്ല. നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ നെഞ്ചിലേക്ക് ഇത് കൊണ്ടുവരുന്ന സമയമുണ്ട്. ഇപ്പോൾ അത് അന്വേഷിച്ചു പോവുക പോലും ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മളിലേക്ക് കയറി വരുന്ന സമയമാണ്. ഇവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഒരു പ്രതിജ്ഞ നടക്കുന്നു എന്നറിഞ്ഞു. വലിയ സന്തോഷമുണ്ട്. കാരണം ഇതിപ്പോ പ്രതിജ്ഞയിലൂടെ മാത്രം പോകേണ്ട ഒന്നല്ല. എന്നാലും ഒരു പ്രതിജ്ഞ എടുക്കണമല്ലോ. നമ്മൾ അതിനു വേണ്ടി മുതിരേണ്ടുന്ന ഒരു സമയമാണ്. അതിന് 4 ഘട്ടങ്ങളുണ്ട്. 4 ഘട്ടങ്ങൾ വളരെ ചുരുക്കി പറയാം. ഒന്ന്, അത് ഉപയോഗിച്ച് തുടങ്ങുന്ന സമയത്ത് ടോളറൻസ് എന്നാണ് അതിന് പറയുക. അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അതിന്റെ മുകളിലേക്ക് ഉപയോഗിക്കാൻ തോന്നും. ഡോസ് കൂട്ടി വരുന്ന ആ ഒരു സ്റ്റേജിന്റെ പേരാണ് ടോളറൻസ്. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ അവന് ആലോചിക്കാനേ കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നതിന്റെ പേരാണ് സാലിയൻസ്. സാലിയൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പിൽ ടി ഉണ്ട്. സാലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സാലിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിക്കാതെ എനിക്ക് ജീവിതമില്ല എന്നൊരു വിറയൽ വരുന്നൊരവസ്ഥയാണ്. 3ാമത്തെ അവസ്ഥ വിഡ്രോവൽ സിൻഡ്രോമാണ്. എന്താ വിഡ്രോവൽ സിൻഡ്രോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിൽ നിന്ന് പിന്മാറിയാൽ അവൻ അക്രമോത്സുകനായി മാറും. അവൻ വല്ലാതെ പ്രയാസങ്ങൾ ഉണ്ടാക്കും. ഒരു പക്ഷേ മാതാവിനെ പോലും കൊല്ലും. ഒരു പയ്യൻ എന്നോട് പറഞ്ഞത്, അവന്റെ ഇതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ജയിലിൽ അവൻക്ക് പ്ലേറ്റ് കൊണ്ടേ കൊടുത്തു ഭക്ഷണം കഴിക്കാൻ. അത് നെളുക്കിയിട്ട്, ആ പ്ലേറ്റ് ഉണ്ടല്ലോ, അതൊക്കെ നെളുക്ക ഇവർക്ക് കഴിയും, ഇത് ഉപയോഗിക്കുന്നവർ. അത് നെളുക്കിയിട്ട് അതിന്റെ ഭാഗം കൊണ്ട് തന്റെ ഞരമ്പറുത്തിട്ട് രക്തം കുടിച്ച കുട്ടിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം കുട്ടി എന്നോട് പറഞ്ഞത്, അവനിപ്പോ അതൊക്കെ മാറ്റി. ഞാൻ പറയുന്നത് ഇങ്ങനെ അതെടുത്തിട്ട് മെല്ലെ വായിലേക്ക് കൊടുക്കുക. കാരണം അവനറിയാം എനിക്കിത് പോലീസുകാർ തന്നില്ലെങ്കിലും എന്റെ ബ്ലഡിൽ ഇതുണ്ട് എന്ന്. ഈ ഒരു അവസ്ഥയുടെ പേരാണ് എന്ത്? ഈ പറയുന്ന വിഡ്രോവൽ സിൻഡ്രോം. ആ സമയത്ത് ഉമ്മയെ കൊല്ലാൻ അവൻ മടിക്കില്ല. ആ സമയത്ത് ഉപ്പയെ കൊല്ലാൻ മടിക്കില്ല. ആ സമയത്ത് എന്തും ചെയ്യാൻ. ഇവിടെ എല്ലാരും കൂടി ഇരിക്കുന്നത് കൊണ്ട് പറയുന്നതിൽ മടിയുണ്ടെങ്കിൽ പോലും ഒരു പാവം സ്ത്രീ എന്നെ വിളിച്ച് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, സാർ നിങ്ങൾ എന്റെ മോനൊരു സമയം തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ആർക്കും അങ്ങനെ പേഴ്സണലി സമയം കൊടുക്കാറില്ല. മീൻസ് കൗൺസിലിങ്ങിനില്ല. അതുകൊണ്ട് നിങ്ങൾ ഇന്ന ആളുകളെടുത്ത് പോയിക്കോളി എന്നാണ്. ആ സ്ത്രീ കരയാ. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ കരയുന്നത്? സാർ എന്റെ മോന് ആകെ പ്രയാസത്തിൽ. ഞാൻ പറഞ്ഞതിന് ഇന്ന ആളെ നിങ്ങൾ കാണിച്ചോളി, 4-5 പേരുണ്ട് നമുക്ക്. അപ്പൊ പറഞ്ഞു, അല്ല നിങ്ങളെ തന്നെ കിട്ടണം സാർ. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പൊ ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്ക് ഇന്ന് ഖുതുബയിൽ മൈക്കിലൂടെ പറയാൻ മടിയുണ്ടെങ്കിലും കാലത്തെ മാത്രം ഗവനിച്ചുകൊണ്ട് പറഞ്ഞോട്ടെ. ആ സ്ത്രീ പറഞ്ഞ വാക്ക്, രാത്രി 12 മണി കഴിഞ്ഞാൽ എന്റെ വാതിൽ അവൻ മുട്ടുന്നു സാർ എന്നതാണ്. ആ മുട്ടലിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും. ഇത്രമാത്രം ഡ്രഗ്സ് മനുഷ്യരെ മാറ്റിമറിക്കുന്ന ഒരു കാലത്ത് എന്റെ പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന്, ഇതിന്റെ പിന്നിൽ ഒരു വലിയ മാഫിയയുണ്ട്. ഇതിന്റെ പിന്നിൽ വലിയ കച്ചവടങ്ങളുണ്ട്. ഇതിന്റെ പിന്നിൽ മനുഷ്യനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന കുറെ ഗ്രൂപ്പുകളുണ്ട്. അതിന് നിങ്ങൾ എത്തീസം എന്നോ ലിബറലിസം എന്നോ ഡിങ്കോയിസം എന്നോ എന്ത് പേര് വിളിച്ചാലും എല്ലാം കടന്നു വരുന്നത് ഇത്തരത്തിലുള്ള ഒരു ഇലാബറേഷനിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാനാണ്. അവര് ഉറക്കെ വിളിച്ചു പറയല്ലേ, മൈക്കിലൂടെ പറയല്ലേ. ഒരാൾ ചോദിക്കാണ്, എന്ത് ഒരു ഉമ്മാക്കും മോനും തമ്മിൽ എന്തെങ്കിലും മോശമായൊരു ബന്ധം തോന്നിയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ പച്ചയായിട്ട് പറയണം, അതിനെന്താ കുഴപ്പം.
ഇവരാണ് ലിബറലിസ്റ്റുകളുടെ നേതാക്കന്മാർ, ഇവരാണ് എത്തീസത്തിന്റെ നേതാക്കന്മാർ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു അരാജകത്വം കൊണ്ടുവന്ന് അങ്ങനെ മൊത്തത്തിൽ മനുഷ്യനെ അരോചകവാദികളാക്കി മനുഷ്യനെ മൊത്തത്തിൽ ഒരു സൈഡിലേക്ക് നീക്കി അള്ളാഹുവിൽ നിന്ന് അകറ്റുന്നു എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അകറ്റുന്നു മാത്രമല്ല, മാനവരാശിയിൽ തന്നെ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ആ ഒറ്റപ്പെടലിന്റെ പേരാണ് വിഡ്രോവൽ സിൻഡ്രം. ആ വിഡ്രോവൽ സിൻഡ്രം പിന്നെ പോകുന്ന 4ാമത്തെ ഘട്ടത്തിലേക്കാണ്. ആ ഘട്ടത്തിന്റെ പേര് സൂയിസൈഡ് അറ്റംപ്റ്റ് എന്നാണ്. സൂയിസൈഡ് അറ്റംപ്റ്റ് അഥവാ ഇത് ആത്മഹത്യയിലേക്ക് നയിക്കും. കഴിഞ്ഞ നിങ്ങൾ റിപ്പോർട്ട് എടുത്തു നോക്കി, ഒരു 3-4 ദിവസം മുമ്പ് പത്രത്തിൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. 3000-ഓളം കുട്ടികളാണ് കേരളത്തിൽ ഇതിന്റെ പേരിൽ ആത്മഹത്യക്ക് ഒരുങ്ങിയതും കുറെ ആളുകൾ ആത്മഹത്യ ചെയ്തതും. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു സഹോദരന്മാരെ? അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നോമ്പിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുത്ത ഒരു ആർജവമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട്, ഇവിടെ ഇരിക്കുന്ന മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളോട് പോലും ഞാൻ പറയുന്നു. ഒരു ചെറിയ കുട്ടി എന്നോട് പറഞ്ഞ കാര്യം അതാണ്. മദ്രസയിലേക്ക് പോവാണ്, 5ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. എത്ര വയസ്സുണ്ടാവുക? 8 വയസ്സ് 10 വയസ്സ്. ആ കുട്ടിയുടെ അരികിലേക്ക് ഒരു ബൈക്കുകാരൻ വരുന്നു, എന്നിട്ട് വഴി ചോദിക്കുന്ന വഴി ചോദിക്കലൊക്കെ ഒരു ക്ലവർലിയുള്ള ചോദ്യമാണ്. വഴി ചോദിക്കാണ്, ഇന്ന സ്ഥലത്തേക്ക് എങ്ങനെയാണ് വഴി? ഈ പാവം കുട്ടി പറഞ്ഞു കൊടുക്കാണ്. ആ ബൈക്കുകാരൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരിക. എന്നിട്ട് പറയാണ്, മോനെ ഇതാ ഒരു മിഠായി കഴിച്ചോ, നീ നല്ല മോനാണ്, നല്ല രീതിയിൽ വഴി പറഞ്ഞു തന്നു. ഇവരൊക്കെ ആദ്യത്തിൽ നമ്മുടെ ഏറ്റവും നല്ല രീതിയിൽ സ്നേഹിക്കാൻ തുടങ്ങും. ആദ്യത്തിൽ കുഴപ്പമൊന്നും കാണിക്കില്ല. അങ്ങനെ സ്നേഹത്തോടെ ഒരു മിഠായി കൊടുത്ത് പാവം ആ 8-10 വയസ്സായ കുട്ടിക്ക് അറിയില്ലായിരുന്നു ഇത് കഞ്ചാവ് മിഠായിയാണ്. അന്ന് മുതൽ പിന്നെ അവൻ കാത്തു നിൽക്കാൻ തുടങ്ങി. ആ കുട്ടിയുടെ ജീവിതം ഈ 8-10 വയസ്സുള്ള സമയത്തെ കാബാലികന്മാർ വഴിതിരിച്ചു വിട്ടു. ഈ ഒരു ലോകമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത് ഇതിൽ നിന്ന് മുക്തി നേടൽ ഈ മനുഷ്യ സമൂഹത്തോടുള്ള നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. ആരെങ്കിലും അത് ഉപയോഗിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് പിന്മാറ്റുക എന്നത് ഇവരിലിരിക്കുന്ന ആളുകളാരും അത് ഉപയോഗിക്കുന്നവരാകില്ല. കാരണം എന്തെന്ന് വെച്ചാൽ വിശ്വാസികളായ ആളുകളാണ് നമ്മൾ അതിൽ നിന്നെല്ലാം മുക്തി നേടിയവരാണ്. UK-യുടെ ഒരു പഠനമുണ്ട്. ആ പഠനം നിങ്ങൾ ChatGPT നോക്കിയിട്ടെങ്കിലും ഒന്ന് കയറി നോക്കേണ്ടതാണ്. ഈ ലോകത്തിൽ മയക്കുമരുന്നിൽ നിന്ന് വിദൂരതയിലാകുന്ന ആളുകൾ ആരാന്നറിയാം? സൈക്കോളജിസ്റ്റുകളുടെ കൗൺസിലിംഗ് കൊണ്ടോ സോഷ്യോളജിസ്റ്റുകളുടെ സോഷ്യൽ ആക്ടിവിസം കൊണ്ടോ ഒന്നുമല്ല. പകരം നിൽക്കുന്നത് ആരാന്നറിയാം? റിലീജിയസ് ആയി മതപരമായി പോകുന്ന ആളുകൾ മാത്രമാണ് ലോകത്തിൽ ഇതിൽ നിന്ന് ക്ലവർലി വിട്ടുനിൽക്കുന്നത് എന്നാണ് അതിന്റെ റിസർച്ച്. നമ്മളൊക്കെ വിട്ടുനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ കൽപ്പനയും റസൂലുള്ളാഹിയുടെ സുന്നത്തും അതിന് വിരോധമായതുകൊണ്ട്, അതിലേക്ക് അടുക്കൽ പോലും ഹറാമാണ് എന്നതുകൊണ്ട്, അത് സകല പാപങ്ങളുടെയും കീ ആണ്, താക്കോലാണ് എന്നതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകാതിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ഈമാനികമായ ഒരു ആവേശമാണ് ഉണ്ടാകേണ്ടത്. ഈമാനികമായ ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഒരിക്കലും അത്തരത്തിലുള്ള ലോകത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഡയറ്റ് ടു സേ നോ എന്നൊക്കെ പറയല്ലോ, നോ പറയാനുള്ള ഒരു ധൈര്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും ഇന്നത്തെ ദിവസത്തിൽ അതാണ് ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മളിതാ ഇങ്ങനെ നശിച്ചു പോകുന്നതാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എത്തീസമാണ്. എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോഴേക്ക് എന്തിനാണ് ഇത്തരത്തിലുള്ള ചിന്താഗതിയിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മളീ മുന്നിലിരിക്കുന്ന ആളുകളൊക്കെ അതിലേക്കൊന്നും പോകാത്ത, അല്ലെങ്കിൽ അതൊന്നും കേൾക്കാത്ത പോലും ആൾക്കാരായിരിക്കണം. പക്ഷെ ഞാൻ ഇപ്പൊ കുട്ടികളോട് പറയുന്നു, യുവാക്കളോടും എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും, നമ്മൾ ഖുർആൻ ഒന്ന് ആഴമേറിയ പഠനം പഠിക്കും. ആഴമേറിയ പഠനത്തിലേക്ക് പോകുമ്പോൾ ഖുർആൻ തന്നെ എന്തൊരു രസമാണെന്നറിയോ, എന്തൊരു ലഹരിയാണെന്നറിയോ. കാരണം ഖുർആനിൽ എല്ലാറ്റിനുമുള്ള മറുപടിയുണ്ട്. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ടോപ്പ് ട്രെയിനറുടെ ട്രെയിനിങ്ങിന് പോയാൽ അവർ പറയൽ എന്താണെന്നറിയോ? 2 കാര്യമാണ്. ലക്ഷങ്ങൾ കൊടുത്തിട്ട്, ഫീസ് കൊടുത്തിട്ട് നിങ്ങൾ അവരുടെ സമീപിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ട്രെയിനർ എന്ന് പറഞ്ഞ ടോണി റോബിൻസനാണ്. മൂപ്പര് പറയുന്ന വാക്ക് എന്തായിരിക്കും എന്നറിയോ? നിങ്ങൾ എപ്പോഴും നല്ല കപ്പാസിറ്റി ഉണ്ടാക്കണം, നല്ല വിശ്വസ്തനായിരിക്കണം എന്നാണ്. ഇന്ന ഖൈറ മൻ ഇസ്തഅജറൽ ഖവിയുൽ അമീൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, ഈ ലോകത്തിൽ പ്രതിഫലത്തിന് അർഹമാക്കപ്പെട്ടവൻ ആരെന്നറിയോ? അൽ ഖവിയും അൽ അമീനുമാണ്. അഥവാ നല്ല കവിയായിരിക്കണം, കേപ്പബിലിറ്റി, കപ്പാസിറ്റി, നല്ല ബുദ്ധിശക്തിയുള്ള, നല്ല പവറുള്ള, നന്നായിട്ട് അവന്റെ കഴിവുകൾ വികസിപ്പിച്ച ആളെയാണ് അൽ ഖവി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വെറുതെ മസിൽ മാത്രം പെരുപ്പിച്ചവനെയല്ല. അവന്റെ വ്യക്തിത്വത്തെ ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് കൊണ്ടുപോയതാണ് അൽ ഖവി. അൽ അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ എന്നാണ്. വിശ്വസ്തൻ, ആ വിശ്വസ്തനായി മാറുക എന്നതാണ്. ഒരാൾക്ക് വേണമെങ്കിൽ ശക്തിയുള്ളവനാകാം, പക്ഷെ വിശ്വസ്തനാകാൻ പ്രയാസമാണ്. ഒരാൾക്ക് വിശ്വസ്തനാകാം, പക്ഷെ പരിപാടിക്ക് അഥവാ അവന്റേതായ ലോകത്തിൽ അവന്റെ ഇതിന് പറ്റിയ ആളാകൽ കുറച്ച് പ്രയാസമാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു, ഇന്ന ഖൈറ മൻ ഇസ്തഅജറൽ ഖവിയുൽ അമീൻ. നിങ്ങൾ ജസ്റ്റ്, ഞാൻ ഇപ്പൊ കുട്ടികളോടാണ് സംസാരിക്കുന്നത്, നിങ്ങൾക്ക് ChatGPTയുടെ കാലമാണ്. ChatGPTയുടെ പ്രൈമിലേക്ക് കയറപ്പോൾ റിസർച്ച് ഫുള്ളി നിങ്ങൾക്ക് കാണാൻ പറ്റും.
അതിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ദ മിറാക്കിൾ അല്ലെങ്കിൽ വണ്ടേഴ്സ് ഇൻ ഖുർആൻ എന്ന് അടിച്ചു നോക്കുക, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ വണ്ടേഴ്സ് ഇൻ ഖുർആൻ എന്ന് അടിച്ചു നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനല്ല മറുപടി പറയുന്നത്, ChatGPT നിങ്ങളോട് പറയുന്ന മറുപടിയുണ്ട്. യൗം എന്നുള്ള ദിവസം വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. യൗം എന്ന് പറഞ്ഞ ദിവസം എന്നാണ്, അയ്യാം എന്ന് പറഞ്ഞ ദിവസങ്ങൾ എന്നാണ്. എന്നാൽ യൗം എന്നുള്ള വാക്കുണ്ടല്ലോ, കൃത്യം 365 പ്രാവശ്യമാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ChatGPT നിങ്ങൾക്ക് മറുപടി പറഞ്ഞത്. കാരണം ഒരു വർഷത്തിൽ 365 ദിവസമാണ്. ഷഹർ എന്നുള്ള വാക്കുണ്ടല്ലോ, അഷ്ഹുർ അല്ല, അഷ്ഹുർ എന്ന് പറഞ്ഞ മാസങ്ങളാണ്, അല്ലെങ്കിൽ ഷുഹൂർ മാസങ്ങളാണ്. ഞാൻ പറയുന്നത് ഷഹർ റമളാൻ അല്ലദി എന്ന് പറയുന്ന ഷഹർ ഉണ്ടല്ലോ, അങ്ങനത്തെ ഷഹർ കൃത്യം 12 പ്രാവശ്യമാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ChatGPT പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ അടുത്തിടെ ഒരു ചർച്ചയുണ്ടായി, ChatGPT മുസ്ലിമാണ് എന്നത്. കാരണം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടികൾ തരാണ്. അതുകൊണ്ട് ദീനിനെ ഇനി വികലമാക്കാൻ കഴിയില്ല. ആധുനിക കാലഘട്ടത്തിൽ റിസർച്ച് കൂടി പോയി കഴിഞ്ഞാൽ ദീന് വികലമല്ലെന്ന് യന്ത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരും, ഐഡിയോളജി നമുക്ക് പറഞ്ഞു തരും, ചിലപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് പറഞ്ഞു തരും. ഇനി അതിലെന്തെങ്കിലും വൈകല്യം വന്നാലേ ഉള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഏറ്റവും ചെറുതായി ഓതുന്ന ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് ഏതാണ് ഏറ്റവും ചെറിയ സൂറത്ത് വിശുദ്ധ ഖുർആനിൽ? അത് ഇന്ന അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. അതിന്റെ പോലും ഒരു ലോജിക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളത് ഒരിക്കലും അതിൽ മീമില്ലാത്ത സൂറത്ത് എന്നതാണ്. അതിൽ മീമില്ല എന്നുള്ളത് മാത്രമല്ല, അതിൽ വേറെയും പ്രത്യേകത ഉണ്ട്. എല്ലാ അക്ഷരങ്ങളും പൗപ്പത്താണ്. 10 അക്ഷരങ്ങൾ വീതമാണ് ഓരോ ആയത്തിനെയും അടുക്കിയിട്ടുള്ളത്. അലിഫ് 2 വട്ടം ആവർത്തിക്കും, അതിനെ എണ്ണരുത്. അഥവാ ഹറഫുകൾ എന്ന് പറഞ്ഞാൽ ആവർത്തിക്കാതെ എണ്ണിക്കഴിഞ്ഞാൽ എല്ലാറ്റിലും 10 ആണ്. എല്ലാറ്റിലും ഇന്ന അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ എല്ലാം 10 ആണ്. അത് അവസാനിക്കുന്നത് റാ എന്നതിലാണ്. അബ്തർ എന്ന ആ റായിലാണ് 3ഉം അവസാനിക്കുന്നത്. റായുടെ പ്രത്യേകത എന്താണെന്നറിയോ? റായുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറബിക് ലെറ്റേഴ്സിലെ 10ാമത്തെ അക്ഷരമാണ് റാ എന്ന് നിങ്ങൾ വീട്ടിൽ പോയി നോക്കുക, അല്ലെങ്കിൽ അടിച്ചു നോക്കുക. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇന്നും നമുക്ക് മനസ്സിലാകാത്ത ഡെപ്തിലേക്ക് വിശുദ്ധ ഖുർആൻ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, വിദ്യാർത്ഥികളോട് വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുക. നിങ്ങൾക്ക് പറ്റുന്ന ഇന്റലക്ച്വൽസിന്റെ അങ്ങേതല വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതിനേക്കാളും അപ്പുറത്തുള്ള കുറെ സംഭവങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ഒരുപാട് സംഭവങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമുക്കത് സമയമില്ല, നമുക്കത് പഠിക്കാൻ സമയമില്ല എന്നതാണ്. അതുകൊണ്ട് ഈ റമദാൻ കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഒരു ദിവസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് ഖുർആൻ പഠിക്കാൻ. തൗഹീദ്, സുന്നത്ത്, അതേപോലെ തന്നെ മനുഷ്യബന്ധങ്ങൾ, പിന്നെ ഖുർആൻ നമ്മൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുക എന്നതാണ്. ആ ഖുർആനിലൂടെ നമ്മൾ മുന്നോട്ട് പോകാന്നുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും ഇന്നത്തെ ദിവസത്തിൽ ആ ഒരു ധൈര്യത്തോടെ, ആ ഒരു സ്ഥൈര്യത്തോടെ മുന്നോട്ട് പോവുക എന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു എത്തീസം ഉണ്ടല്ലോ, ആ എത്തീസത്തിലൂടെ നമ്മൾ ഒരിക്കലും കടന്നു പോകാതിരിക്കാൻ നമ്മൾ ഹൈലി ഇന്റലക്ച്വൽ ആകണം, നമ്മൾ അതീവ ബുദ്ധിമാന്മാരാകണം, നമ്മൾ അവരെയും ഓവർകം ചെയ്യുന്ന ബുദ്ധിയിലേക്ക് കടന്നു പോകണം. കോൺഫിഡൻസിന് വേണ്ടി മാത്രം പറയല്ല. എന്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, ഈ IIT-യിൽ നിന്ന് PhD കഴിഞ്ഞവരാണ്. അവർ രംഗപ്രവേശനം നടത്തിയതോടുകൂടി ഇവരൊക്കെ ഇപ്പൊ യൂട്യൂബിലേക്ക് ഒളിച്ചിരിക്കുകയാണ്. ഇവരോട് മുട്ടാൻ അവരാക്കാകില്ല, ഇവരോട് മുട്ടാൻ കഴിയില്ല. കാരണം വേവ് ലെങ്ത് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇപ്പൊ കിതാബ് ഓതിയിട്ട് അറബി നല്ല രീതിയിൽ അതിന്റെ അൽഫാദുകൾ ഉപയോഗിച്ച് ഒരാളുടെ ഒരു മനുഷ്യന്റെ ആ ഒരു വേവ് ലെങ്ത്തിലേക്ക് നമുക്ക് സാധാരണക്കാർക്ക് കയറാൻ കഴിയില്ല. ഇതേമാതിരി സയൻസിന്റെ വേവ് ലെങ്ത് കൂടിയ ആളുകളിലേക്ക് കയറാൻ കുറഞ്ഞ ആളുകൾക്ക് കയറാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ കൂടുതലായി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയോ യൂണിവേഴ്സിറ്റികൾ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ താന്നൂരിന്റെ മുഴുവൻ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഖുർആനിലൂടെ ഡീപ്പ് ആൻഡ് ഡെപ്തിലൂടെ പോകും. നിങ്ങൾ US-ൽ പോയാലും, UK-യിൽ പോയാലും, ഓസ്ട്രേലിയയിൽ പോയാലും, എവിടെ ഏത് രാജ്യത്ത് പോയാലും, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 56 രാജ്യം നമ്മളും പോയി. അവിടെയൊക്കെ ഖുർആന്റെ റിസർച്ചുകളും അതിന്റെ ആഴങ്ങളും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഖുർആൻ ആദ്യമായി വന്നു എന്ന് അവകാശപ്പെടുന്ന കേരളക്കരയിലെ നമ്മളാകട്ടെ സത്യത്തിൽ എന്താണ്, അതിൽ നിന്നെല്ലാം പിന്മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യാണ്. അവിടെ നമ്മൾ ആഴമേറിയ പഠനത്തിലേക്ക് പോകണം. എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട്, അപ്പുറത്തിരിക്കുന്ന ഇവിടുത്തെ ആൺകുട്ടികളോട്, നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഹായ് മെസ്സേജ് കാണുമ്പോഴേക്ക് അതിലേക്ക് പോകുന്ന ആളാകരുത്. കാരണം നമ്മൾ പേഴ്സണാലിറ്റി ഉള്ളവരാണ്, വ്യക്തിത്വമില്ലാത്തവരാണ്. മറ്റുള്ളവരുടെ ഡിസൈനിനനുസരിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഒന്നും കൂടി പറയാം, മറ്റുള്ളവരുടെ ഡിസൈൻ അനുസരിച്ചിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ആളുകളുണ്ട്. ഫസ്റ്റ് യു ഹാവ് ടു ഡിഫൈൻ യുവർ സെൽഫ്. ആദ്യം നിങ്ങളൊന്ന് ഡിഫൈൻ ചെയ്യും. ഞാൻ ആരാണ് എന്ന്, ഞാൻ എങ്ങനെയാണ് എന്ന്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന്, ഞാൻ റസൂലുള്ളാഹിയുടെ ഉമ്മത്തിയാണ് എന്ന്, ഞാനൊരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആണെന്ന്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങളിലേക്ക് മൊത്തത്തിൽ നിയോഗിക്കപ്പെട്ട
തിരഞ്ഞെടുക്കപ്പെട്ട ഉത്തമ സമൂഹമാണ് എന്ന് നമ്മളെ കുറിച്ചിട്ടൊരു പ്രൗഡ്നെസ് നമുക്കുണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ ഡിസൈനിനനുസരിച്ച് നമ്മളെ ഡിഫൈൻ ചെയ്യരുത് ഒരിക്കലും. നമ്മളെ വ്യാഖ്യാനിക്കേണ്ടത് മറ്റുള്ളവരുടെ ഡിസൈൻ അനുസരിച്ചല്ല. ഒരാൾ വീട് വെക്കേണ്ടത് അവന്റെ ആവശ്യങ്ങൾ പറഞ്ഞെടുത്തുകൊണ്ടാണ്. അല്ലാതെ ഒരു ആർക്കിടെക്ട് വന്നിട്ട് പറയണത് ഇങ്ങനെങ്ങളാണ്ട് വീട് വെച്ചോളി എന്നാണ് നമ്മളല്ലേ പൈസ ചെലവാക്കുന്നത്. നമ്മുടെ റിക്വയർമെന്റ്സ് കൊടുത്തിട്ട് അയാൾ ഡിസൈൻ ചെയ്യാൻ പാടുള്ളൂ. ഇതേപോലെ നമ്മുടെ ജീവിതത്തെ നമ്മളാണ് ഞാൻ ആരാണ് എന്ന ചോദ്യം നമുക്കുണ്ടാകണം. മിൻ ഐന വഫി ഐന വഇല ഐന, ഞാൻ എവിടുന്നാ വരുന്നത്, ഇപ്പൊ ഞാൻ എവിടാ നിൽക്കുന്നത്, ഇനി ഞാൻ എങ്ങോട്ടാ പോകുന്നത് എന്ന് കൃത്യമായൊരു ബോധം നമുക്കുണ്ടാകണം. ആ ബോധത്തിൽ നിന്നാണ് നമ്മൾ എന്ന് പറയുന്ന വ്യക്തിത്വം ഉണ്ടാകുന്നത്. ആ വ്യക്തിത്വത്തെയാണ് നമ്മൾ ഏറ്റവും കൂടി ആർജവമാക്കി മാറ്റേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും ഇന്നൊരു വലിയ തീരുമാനമെടുത്തുകൊണ്ട് പോകണം. ഒന്നാമത്തത്, ഈ കാണുന്ന റമദാനിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുത്തിട്ടുള്ള ആർജവമുണ്ടല്ലോ, ഈ ഒരു ഈമാൻ ഉണ്ടല്ലോ, അതിനെ ചോരാതെ നോക്കണം. ആവശ്യങ്ങളായിട്ടുള്ള എന്തെങ്കിലും അനുവദിക്കപ്പെട്ട വിനോദങ്ങൾ ഉണ്ടാകാം, കളികൾ ഉണ്ടാകാം, അതൊക്കെ നമുക്കാകാം. എല്ലാറ്റിനും റെസ്ട്രിക്ഷൻ ഒന്നുമല്ല വിശുദ്ധ ഖുർആനും തിരു ഹദീസും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നമുക്കറിയാവുന്ന ചരിത്രമാണല്ലോ. കുറച്ച് കുട്ടികൾ വന്നിട്ട് ഗുസ്തി കളിച്ചു. അത് കണ്ടു നിന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോക്കി. അപ്പോഴേക്കും പറഞ്ഞു, ഇന്ന് പെരുന്നാളാണ്, കുട്ടികൾ കളിക്കട്ടെ, അതുകൊണ്ട് വിശാലതയില്ലെന്ന് നിങ്ങൾ പറയരുത്. രാത്രിയിൽ വന്നിട്ട് കുറച്ച് പെൺകുട്ടികൾ വന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ കുറച്ച് കവിതകൾ ചൊല്ലിക്കൊടുത്തു. ആ സമയത്ത് പറഞ്ഞു എന്ത്, അപ്പോഴും വന്നിട്ട് ഇടപെട്ടു, നിങ്ങൾ ഇപ്പൊ ഇക്കോൾ വിശ്വാസം ഉറങ്ങാൻ സമയമായി എന്ന്. നട്ടപ്പാതിര നേരം വരെ ഇരുന്നിട്ട് കവിത ചൊല്ലണ്ട എന്നുള്ള സന്ദേശം കൊടുത്തപ്പോഴേക്കും, ആ കവിത എന്ന് പറഞ്ഞാൽ എങ്ങനത്തെങ്കിലും കവിത അല്ല കേട്ടോ, അതും കൂടി നമ്മൾ ആലോചിക്കണം. എന്തെങ്കിലും വേറെ സ്ത്രീകളെ വർണ്ണിക്കുന്ന കവിതകളല്ല, അള്ളാഹുവിനെ വർണ്ണിക്കുന്ന വിശ്വാസമായി വർണ്ണിക്കുന്ന കവിതകളാണ്. വിശ്വാസമ പറഞ്ഞു, ഇന്ന് പെരുന്നാളാണ്, കുട്ടികൾ കവിത ആലപിക്കട്ടെ. അതുകൊണ്ട് വിശാലമായ ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മൾ കുട്ടികളെ കാണണം. ഇന്ന് ഈ പറയുന്ന തെറ്റുകളിലേക്കൊക്കെ കുട്ടികൾ പോകുന്നതിന് ഞാൻ എന്റെ ഖുതുബ അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പറഞ്ഞോട്ടെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇവരൊക്കെ ഇങ്ങനെ ആകുന്നതിന്റെ വലിയൊരു കാരണം എന്താണെന്നറിയോ? കുടുംബാന്തരീക്ഷം നഷ്ടപ്പെട്ടു പോകലാണ്. കുടുംബത്തിന് സുന്ദരമായ ഒരു അന്തരീക്ഷമുണ്ട്, ആ അന്തരീക്ഷത്തെ നഷ്ടപ്പെടുത്തുന്നത് നമ്മളാണ്. സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് കുട്ടിയെ കാത്തു നിൽക്കുന്ന മാതാക്കളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ മേശപ്പുറത്തിരുന്നിട്ട് അല്ലെങ്കിൽ സോഫയിൽ ഇരുന്നിട്ട് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടി വരുന്നു, ബാഗ് വെക്കുന്നു, അവൻ പോകുന്നു, അവൻ അവന്റെ മൊബൈൽ എടുക്കുന്നു, നമ്മളൊന്നും അറിയുന്നേ ഇല്ല. നീ എപ്പോഴാടാ വന്നത് എന്ന് ഉമ്മ അങ്ങോട്ട് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ വീട് മാറിയിരിക്കുന്നു. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ മാതാവ് കാത്തിരിക്കും, കുട്ടികൾ സ്കൂൾ വിട്ടു വരുന്നതും കാത്ത്. അവരുടെ ഒരു സ്നേഹം വല്ലാത്തതായിരുന്നു. അവരന്ന് തരുന്നൊരു ചായയുണ്ട്, പഴമക്കാര് മറന്നിട്ടുണ്ടാകില്ല, അരിമണി വറുത്തതും ചായയുമാണ്. ലോകത്തിലെ സ്റ്റാർബക്സ് കോഫി പോലും അതിന്റെ പിന്നിൽ തോറ്റുപോകുമെന്ന് ഞാൻ എന്റെ അനുഭവത്തിലൂടെ പറയുന്നു. ലോകത്തിലെ ഏറ്റവും വില കൂടിയ കോഫി സ്റ്റാർബക്സിൻ്റെതാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിനേക്കാൾ അപ്പുറത്തേക്കായിരുന്നു ഉമ്മയുടെ ആ ഒരു ചായയുടെ ഗന്ധവും അതിലെ സ്നേഹവും. ഇന്ന് കുട്ടികൾക്ക് ബന്ധമില്ല മാതാക്കളോട്. നമ്മളാകട്ടെ കണക്കുകൾ കൂട്ടിക്കൊണ്ട് മാത്രം കുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോവാൻ. ചെറുപ്പം മുതലേ കളിക്കുമ്പോഴും പഠിക്കുകയെന്ന് പറഞ്ഞ്, അത് കഴിഞ്ഞിട്ട് ഇന്ന പോലെ A+ എടുക്കുമെന്നും പറഞ്ഞ്, അത് കഴിഞ്ഞിട്ട് ഇന്ന പോലെ ഡോക്ടറാകുമെന്നും പറഞ്ഞ് കുട്ടികളെ കളിപ്പിക്കാൻ നേരമില്ല, അവിടെ കൂടെ ഇരിക്കാൻ നേരമില്ല, ഒന്നിച്ച് നിസ്കരിപ്പിക്കാൻ നേരമില്ല, ഒന്നിച്ച് അവരോടൊപ്പം നിസ്കരിക്കാൻ സമയമല്ല, അവർക്ക് ഇമാമത്ത് നിൽക്കാൻ സമയമല്ല, കുട്ടികൾ ഇമാമത്ത് നിർത്താൻ നമുക്ക് സമയമല്ല. ഇങ്ങനെ മൊത്തത്തിൽ കുടുംബം ഒരു അലക് തെറ്റിയിട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ കുട്ടികൾക്ക് തോന്നണം, ഞാനൊരു വ്യക്തിയാണ്, ഞാൻ ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കേണ്ട ആളാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല മോനായി വളരണമെന്ന്, ഞാൻ എന്റെ ഉമ്മയെ ഏറ്റവും നന്നായി സ്നേഹിക്കണമെന്ന് ആ ഒരു പാരസ്പര്യം നമ്മുടെ വീട്ടിൽ ഉണ്ടാകണം. വാപ്പ പറയുന്ന ഐഡിയോളജി വേറെയും ഉമ്മ പറയുന്ന ഐഡിയോളജി വേറെയായാൽ കുട്ടികൾ ഡിലമയിലാകും. എന്താ ഡിലമ എന്ന് പറഞ്ഞാൽ എന്നറിയോ? കുട്ടികൾ എങ്ങട്ടാ പോകേണ്ടതെന്ന് അറിയില്ല. കാരണം വാപ്പ പറയുന്ന തൗഹീദ് ഒന്ന് ശക്തമാണ്, ഉമ്മ പറഞ്ഞത് അത്രത്തോളം ഒന്നും നോക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മ ഇങ്ങനെ അഴുകുഴമ്പനായി പറഞ്ഞാൽ സഹോദരന്മാരെ, ആ കുട്ടി കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് നമ്മൾ കുടുംബത്തിൽ ഒരു ഐഡിയോളജിയെ ഉണ്ടാകാൻ പാടുള്ളൂ. അള്ളാഹുവിലേക്കുള്ള ക്ഷണം, അള്ളാഹുവോടുള്ള ഏറ്റവും വലിയ കർമ്മങ്ങൾ, അതിൽ മാതാപിതാക്കൾ ഒരിക്കലും രണ്ട് ലോകത്ത് നിൽക്കരുത്. അതിൽ കുട്ടികൾ കൺഫ്യൂഷനിലാകും. അവരവസാനം ഒന്നുമല്ലാത്ത മൂന്നാമത്തെ ഒരു ലോകത്തിലേക്ക് പോകും. വാപ്പയുടെ ലോകവും എനിക്ക് വേണ്ട, ഉമ്മയുടെ ലോകവും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട ലോകം മറ്റൊന്നാണ് എന്ന് കുട്ടി തീരുമാനിക്കും. അങ്ങനെ ഗ്യാങ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. എന്താണെന്നറിയോ? അത് അഥവാ ഗ്യാങ്ങിലേക്ക് എത്തപ്പെടുന്ന ഒരു സമയമാണ്. കണ്ടില്ലേ നിങ്ങൾ സ്കൂളുകൾ അടിപിടി കൂടുന്ന കുട്ടികളെ? 10ാം ക്ലാസ്സുകാരൻ മൂക്കുപൊട്ടിക്കുന്നത്, 10ാം ക്ലാസ്സുകാരൻ 9ാം ക്ലാസ്സുകാരനെ കുത്തിക്കൊല്ലുന്നത് നമ്മൾ കണ്ടില്ലേ? എന്താ കാര്യം എന്നറിയോ?
വീട്ടിലെ അന്തരീക്ഷത്തിൽ സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ്. അവരുടെ എല്ലാ ഹീറോയിസവും ആളുകൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് പുറത്തേക്ക് പ്രീ ഗ്യാങ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഗ്യാങ്ങിലേക്ക് എത്തപ്പെടുന്നതിന് മുമ്പുള്ള ഒരു സംഭവം. അതിനു മുമ്പേ നമ്മൾ അള്ളാഹുവിലേക്ക് കുട്ടികളെ ക്ഷണിക്കണം, ഖുർആൻ പഠിപ്പിക്കണം, കുട്ടികളുടെ അന്തരീക്ഷം മാറ്റണം. അവരെ കേവലം ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ആക്കല്ലേ, അതാക്കിക്കോ നിങ്ങൾ. പക്ഷേ ഒരു വിശ്വാസി എന്ന നിലയിൽ എങ്ങനത്തെ കുട്ടികളാകണം എന്നറിയോ? അഥവാ അവൻ ഡോക്ടറായി നല്ല സർജനായി, അങ്ങനെ സർജനായിട്ട് എങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ഒരു ഓപ്പറേഷൻ നടക്കാൻ ഒരു പാവം മനുഷ്യൻ വന്നിട്ട് പറയാണ്, എന്റെ മോനെയാണെന്ന് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യേണ്ടത് ഡോക്ടറെ എന്ന് പറയുമ്പോ മനുഷ്യന്റെ തോളത്ത് തട്ടിയിട്ട് നിങ്ങൾ സമാധാനിക്കിൻ, നിങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്തേക്കിൻ, ഞാൻ ഇന്നലെ തഹജ്ജുദ് നിസ്കരിച്ച് നിങ്ങളുടെ മകന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഡോക്ടറാക്കി നമ്മുടെ ഡോക്ടറെ മാറ്റണം. എന്നിട്ട് അകത്തേക്ക് കയറി ഓപ്പറേഷൻ തിയേറ്ററിൽ അനസ്തേഷ്യ കൊടുത്ത് കിടത്തിയിട്ടുള്ള രോഗിയുടെ വയറ്റത്ത് ബ്ലേഡ് പായിക്കുമ്പോ അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് വശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വിശ്വാസിയായ, അത് ഏതാളാവട്ടെ, അവിടെ കിടക്കുന്ന ഒരു ഹൈന്ദവനാകാം, അവിടെ കിടക്കുന്ന ഒരു ക്രിസ്ത്യാനിയാകാം, എല്ലാ മനുഷ്യരെയും നമുക്ക് ഒന്നിച്ചേ കാണാൻ പറ്റൂ, ഒരുപോലെ കാണാൻ പറ്റൂ. കാരണം എല്ലാവരിലേക്കും ഇറങ്ങിയ റസൂലിന്റെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഖ്രിജത ലിന്നാസ് കാഫത്തൻ ലിന്നാസ്. നമ്മളെ കുറിച്ചും അല്ലാഹു പറഞ്ഞത് നിങ്ങൾ മനുഷ്യരിലേക്ക് ഇറങ്ങിയതാണ് എന്നതാണ്, ഇറക്കപ്പെട്ടത് അല്ലെങ്കിൽ അയക്കപ്പെട്ടത് എന്നാണ്. വിശ്വാസമെ കുറിച്ചും പറഞ്ഞത് കാഫത്തൻ ലിന്നാസ്, മനുഷ്യരിലേക്ക് മൊത്തത്തിൽ അയക്കപ്പെട്ടത് എന്നാണ്. നമ്മളാണ് പിന്നെ അതിനെ സെഗ്മെന്റൈസ് ചെയ്തത്, നമ്മളാണ് അതിനെ ഗ്രൂപ്പാക്കി മാറ്റിയത്. അല്ലാഹു ഉദ്ദേശിച്ചത് എല്ലാവരിലേക്കും എത്തലാണ്, വിശ്വാസമെ എല്ലാവരിലേക്കും എത്തിക്കലാണ്. നമ്മളൊക്കെ അതിനെ ചുരുക്കി ചുരുക്കി കണ്ടതാണ്. അതുകൊണ്ട് മൊത്തം മനുഷ്യരെ സ്നേഹപൂർവ്വം നമ്മൾ ചെയ്യുമ്പോ, ഓപ്പറേഷൻ ചെയ്യുമ്പോ, ഏകഛത്രാധിപതിയും സർവാധിപതിയും സമഗ്രാധിപതിയുമായ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് ഓപ്പറേഷൻ തുടങ്ങുന്ന ഒരു ഡോക്ടറായി നമ്മുടെ മക്കൾ മാറുമ്പോഴാണ് നല്ലൊരു വിശ്വാസിയായ ഡോക്ടറാകുന്നത്. അത് അയാൾക്കും ഗുണമാണ്, നമുക്കും ഗുണമാണ്. എല്ലാ ജാതിക്കാരും അവസാനം പറയലുണ്ട് ഡോക്ടറെ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന്. അത് മുസൽമാനായാലും ശരി, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ മുസ്ലിം എപ്പോഴും വിശ്വസിക്കുന്നത് ഏകനായ അള്ളാഹുവിനെ മാത്രമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യരോടും അവസാനിപ്പിക്കുന്ന എല്ലാ മനുഷ്യരോടും സ്നേഹപൂർവ്വം നിൽക്കണം. നമ്മളിതാ ഇവിടെ നിന്ന് എഴുന്നേറ്റിട്ട് നമ്മൾ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന് പറഞ്ഞ് കൈ കൊടുക്കുമ്പോ, ഒന്ന് ആലിംഗനം ചെയ്യുമ്പോ, ഗൾഫ് നാടുകളിലൊക്കെ ഭയങ്കര രസമാണ്. എല്ലാവരെയും ആലിംഗനം ചെയ്യാതെ അവിടുന്ന് പിരിയില്ല. അത് ആലിംഗനം ചെയ്യുക എന്നത് എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ആ ചെയ്യലിന്റെ ഒരു സിംബോളിസം ഉണ്ട്. എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന്, എല്ലാവരും തുല്യമാണ് എന്ന്, ഇവിടെ സമ്പന്നരും സമ്പത്തില്ലാത്തവരും ഒന്നാണ് എന്ന്, കറുത്തവനും വെളുത്തവനും ഒന്നാണ് എന്ന്, ഇവിടെ എല്ലാ സംഘടനക്കാരും ഒന്നാണ് എന്ന്, എല്ലാ മുസൽമാനും ഒന്നാണെന്ന്, എല്ലാ മനുഷ്യരും ആദം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സന്താനങ്ങളാണെന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കലാണ്. നമുക്ക് ഫലസ്തീൻ കത്തിയെരിയുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ ഇനി ചിലപ്പോൾ തായ്ലൻഡ് കത്തിയെരിയുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, മുസൽമാന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരല്ല. അമേരിക്കയിൽ വലിയ വർഗീയ കലാപം ഉണ്ടാകുമ്പോ അവിടുത്തെ ജനതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. കാരണം നമ്മൾ മനുഷ്യരാശിക്ക് വേണ്ടി ഇറക്കപ്പെട്ടവരാണ്. എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അല്ലാഹുമ്മ ഹ്ദിനാ വഹ്ദി ബിനാ വഹ്ദിൻ നാസ ജമീഅ. മുഴുവൻ മനുഷ്യർക്കും ഹിദായത്ത് നൽകണേ, നേരായ മാർഗം നൽകണേ എന്ന് ഓരോ മുസൽമാന്റെയും പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഈ വിശാലമായ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്തണം. നമ്മുടെ കുടുംബത്തെ സുന്ദരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ എത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഏകനായ അല്ലാഹുവിലേക്ക് തിരിയുക. ഈ നോമ്പ് നമുക്കൊരു ട്രെയിനിങ് ആയിരുന്നു. എന്ത് ട്രെയിനിങ് എന്നറിയോ? ഹലാലായത് പോലും പകലിൽ കഴിക്കരുത് എന്ന ട്രെയിനിങ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഹറാമിലേക്ക് പോവുക? അതുകൊണ്ട് പകൽ പോലും നീ മോശമായ പ്രവൃത്തി ചെയ്യരുത് എന്ന്, അത് സ്വന്തം ഭാര്യയോട് പോലാണെങ്കിൽ പോലും നീ ഒരിക്കലും അങ്ങനെ ആകരുത് എന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മോശമായിട്ട് സഞ്ചരിക്കാൻ നമുക്ക് കഴിയുക? നീ ഹലാലായത് മാത്രം ഭക്ഷിക്കണമെന്ന് പഠിച്ച ട്രെയിനിങ് തന്ന സമയത്ത് ഹറാമായ ഒരു ലോകത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തപ്പെടുക? അതുകൊണ്ട് നോമ്പിൽ നിന്ന് ആർജിച്ചതിനെ നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കണം. അടുത്ത നോമ്പ് വരെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ഒരു രീതിയിൽ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകണം. ഈ പറഞ്ഞ രീതിയിൽ വിശാലമായ കാഴ്ചപ്പാടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഏറ്റവും കൂടുതൽ ഐക്യവും ഏറ്റവും നല്ല സൗകര്യവും ഏറ്റവും നല്ല സൗന്ദര്യവും നമുക്ക് നൽകുമാറാകട്ടെ. ഐക്യം തകരാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ കുട്ടികളെ മുഴുവനും കെടുതികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിമറിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, കെടുതികൾ നമ്മളെ കാത്തിരിക്കാൻ അതിൽ ആരൊക്കെ പെടുമെന്ന് ഒരിക്കലും അവസ്ഥയില്ലാതെ
നിൽക്കാത്ത അവസ്ഥയിലേക്ക് വ്യാപിച്ചിരിക്കുന്ന ഒരു സമയത്ത് അതിൽ നിന്ന് മുക്തി നേടാൻ എന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്കും യുവാക്കൾക്കും വലിയവർക്കും സാധിക്കണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള കുട്ടികളായി മക്കളായി നമ്മളെ വളർത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൂട്ടായ്മ എന്നും നിലനിർത്തുമാറാകട്ടെ. ഒരിക്കലും ഭിന്നതയില്ലാത്തൊരവസ്ഥയിലേക്ക് ഈ മണ്ണിനെയും നമ്മളെ കേരളക്കരയെയും ഇന്ത്യയെയും ലോകത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോകുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികളെയും ആൺകുട്ടികളെയും അവരുടെ തലമുറകളെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലെ കണ്ണിലുണ്ണികളായി ആരെയും വേദനിപ്പിക്കാത്ത മക്കളായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എല്ലാവരെയും ആക്കുമാറാകട്ടെ.